സുഹൃത്തുക്കളുടെ അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്ന കേസിൽ യൂട്യൂബർ തൊപ്പിക്ക് വീണ്ടും പോലീസ് നോട്ടീസ്. ആലുവ റൂറൽ സൈബർ പോലീസാണ് നോട്ടീസ് അയച്ചത്. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ തൊപ്പി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കിയിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ തൊപ്പിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. എന്തായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ, തുടർ നടപടികൾ? ടോം, തൊപ്പി എന്ന നിഹാദ് ഇത് കുറച്ച് നാളുകളായിട്ട് അയാൾ ഒളിവിലാണ്. കാരണം അയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ. നേരത്തെ അടക്കം അയാൾ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. പക്ഷേ കോടതി ആ കേസ് പരിഗണിച്ചിട്ട് ഇത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അത് തീർപ്പാക്കുകയായിരുന്നു. കാരണം അറസ്റ്റ് ചെയ്താൽ പോലും ജാമ്യത്തിൽ വിടാവുന്ന വകുപ്പുകൾ പ്രകാരമുള്ളൊരു കേസാണ് ആലുവ സൈബർ പോലീസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസിലായിരുന്നു ജാമ്യാപേക്ഷയുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ ആ കേസിൽ തന്നെയാണ് ഇയാളെ വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇയാൾക്കെതിരെ മലപ്പുറത്ത് മറ്റൊരു കേസുണ്ട്. അത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ളൊരു കേസാണ്. അതുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ അല്ലെങ്കിൽ പോലീസിന് മുൻപാകെ ഇയാൾ എത്താൻ വൈകുന്നതും മടി കാണിക്കുന്നതും അതാണ്. കാരണം ഇതല്ലെങ്കിൽ മറ്റൊരു കേസ്, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള മറ്റൊരു കേസ് നിലവിലുണ്ട്. അതിന് പ്രകാരം കൂടി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ പരുങ്ങലിലാവും. ഈ തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഈ കേസിനും 2 തവണ നോട്ടീസ് നേരത്തെ അയച്ചിരുന്നു. ഇത് 2ാം തവണ നോട്ടീസ് അയക്കുമ്പോഴും അയാൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ ലുക്കൌട്ട് സർക്കുലർ അടക്കം ഇയാൾക്ക് വേണ്ടി പോലീസ് പുറത്തിറക്കിയതാണ്. രാജ്യം വിടാനുള്ള സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്തിറക്കിയതാണ്. എന്നിട്ടും മറ്റ് നടപടികളിലേക്ക് പോലീസ് പോയിട്ടുമില്ല. ഇപ്പോൾ വീണ്ടും ഇയാൾക്ക് വേണ്ടിയുള്ള നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇയാൾ അടുത്ത ആഴ്ച ഹാജരാകണം എന്നതാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന ചിലരുടെ അധിക്ഷേപങ്ങൾ, ഇടപെടലുകൾ, ചിലരുടെ അപകീർത്തിപരമായ പരാമർശങ്ങൾ, ഇതിനെതിരെ പോലീസ് നടപടി കടുപ്പിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം നേരത്തെ 2 കേസുകൾ, ഇപ്പോൾ അർജുന ആയെങ്കി ആയാലും ടി ജി മോഹൻദാസ് ആയാലും, ഈ പോലീസ് നടപടികളെല്ലാം തന്നെ വളരെ ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ തൊപ്പി എന്ന നിഹാദിനെതിരെ 2ാം വട്ടവും പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ടോം, തീർച്ചയായും. എങ്ങനെയാണ് ഡാനി, ഈ തൊപ്പി അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ? നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഈ രീതിയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു ചെറുപ്പക്കാരനാണ്. നമുക്കറിയാം, അയാളുടെ സംഭാഷണ രീതി, അശ്ലീല പദപ്രയോഗങ്ങൾ കുട്ടികൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ തൊപ്പിയുടെ ദുരൂഹമായ ജീവിതങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കഥകളൊന്നൊന്നായി പുറത്തു വന്നത്. ലഹരി ബന്ധങ്ങൾ പോലും സംശയിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങി. നിലവിൽ ഇയാൾക്കെതിരെ ഈ കേസ് കൂടാതെ മറ്റു കേസുകളുണ്ടോ? അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ടോ? മാത്രമല്ല, ഈ തൊപ്പി ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനലിലൂടെ മറ്റു വീഡിയോകളൊന്നും താൻ ഇനി പ്രചരിപ്പിക്കില്ല എന്നൊക്കെ വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയതുമാണല്ലോ. ടോം, ഇയാൾക്കെതിരെ മറ്റ് കേസുകൾ നിലവിലുണ്ട്. കാരണം ഇവരൊരു കൂട്ടായ്മ തന്നെയും ഈ വലിയൊരു അപകടകരമായ സാഹചര്യം എന്ന് പറയേണ്ടി വരുന്നു. കാരണം പലരും തന്നെയും ഈ രീതിയിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുക, ഇവർ തമ്മിൽ അടിയുണ്ടാകുക. ഇയാളുടെ സുഹൃത്തൊരു മമ്മുവിനെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുക എല്ലാം തന്നെ ചെയ്തു. അത് മറ്റൊരു കേസാണ്. ആ കേസിലും ഇയാൾ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ ഇവർ പരസ്പരം കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോകൾ ഉപയോഗിക്കുക, മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ ഈ സംഘം മാറുമ്പോൾ അത് വലിയൊരു സാമൂഹ്യ വിപത്തിൻ്റെ തന്നെ കൃത്യമായ ഒരു അടയാളമായിട്ട് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇത്തരം രീതികൾ അമർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന രീതിയിലേക്കാണ് പോലീസ് പോകുന്നതും കേസെടുക്കുന്നതും എല്ലാം തന്നെ ഉണ്ടാകുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള മറ്റൊരു കേസും നിലവിലുണ്ട്. ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ അവരുടെ അപകീർത്തിപരമായ അവരെ ഇവരുടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് മോശപ്പെടുത്തുന്നു എന്നുള്ള ഒരു പരാതി അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഈ ടോം സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ കണ്ടന്റുകൾ, ഇതിൻ്റെ ആ ഒരു വസ്തുതകളിലേക്ക് പലപ്പോഴും തന്നെ പലരെയും തന്നെ ആകർഷിക്കപ്പെടുന്നു. ചിലർ കുട്ടികൾ ഇയാളുടെ ആരാധകരാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്.
ഇതിനിടയിൽ വലിയ രീതിയിലേക്ക് അത് വാണിജ്യപരമായിട്ട് ഇയാളുടെ ചാനൽ മാറ്റിയെടുക്കാനും എല്ലാം തന്നെ ഇയാൾക്ക് സാധിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് പേരുടെയെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് റോൾ മോഡലാവുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം മൊത്തം ഈ ഗ്രൂപ്പ് തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു, ആ രീതിയിലേക്ക് മാറുന്നു. പിന്നെയാണ് ഇത്തരം മോശമായ രീതിയിൽ അശ്ലീല പ്രയോഗങ്ങൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിറഞ്ഞ ലൈവുകളും കണ്ടന്റുകളും എല്ലാം തന്നെയായിട്ട് ഇവർ നിറയുകയും ചെയ്തത്. എന്തായാലും പോലീസ് അതിനൊരു താഴിടുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇയാൾക്കെതിരെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2ാം തവണയും നോട്ടീസ് അയച്ചിരിക്കുന്നതും ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയതുമെല്ലാം ഇതേ സാഹചര്യത്തിൽ തന്നെയാണ്. ഒരു പക്ഷേ ഈ അടുത്ത ആഴ്ച ഇയാൾ ഹാജരായില്ലെങ്കിൽ നടപടികൾ കടുപ്പിക്കാൻ തന്നെയാണ് സാധ്യത. നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലെ മുൻ കേസുകളുടെ ഒരു സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളോട് കണക്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് തന്നെയാണ് പലപ്പോഴും ഇയാളുടെ ലൈവുകൾ പലപ്പോഴും ഈ വളരെ മോശമായ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് നടപടികൾ ഒരുപക്ഷെ ഇയാൾ ചോദ്യം ചെയ്യലിനടക്കം ഹാജരായില്ലെങ്കിൽ നടപടികൾ കടുപ്പിക്കാനുള്ള മുഴുവൻ സാധ്യതയും നിലവിലുണ്ട്. ടോം. യെസ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.